Next, we are going to study about in Vedic period. There are many prayers in Rig Veda, especially for cattle, children, horses. ഋഗ്വേദ കാലഘട്ടത്തിൽ ഈ മൂന്ന് കാര്യങ്ങളാണ് അവർ പ്രയേഴ്സ് ചെയ്തിരുന്നത്. വൺ ഈസ് കാറ്റിൽ, ദെൻ ചിൽഡ്രൻ എസ്പെഷ്യലി ഫോർ സൺസ്, പുത്രന്മാർക്ക് വേണ്ടി. ദെൻ ഹോഴ്സസ്, which were yoked to chariots that were used in battles, which were fought to capture cattle. ഹോഴ്സസിന് വേണ്ടി അവർ ഉപയോഗിച്ചിരുന്നതെന്ന് പറഞ്ഞാൽ അവരുടെ രഥത്തിൽ കെട്ടുന്നതിനും അത് ദാറ്റ് വെർ യൂസ്ഡ് ഇൻ ബാറ്റിൽസ്, അപ്പോൾ അത് ഉപയോഗിച്ച് യുദ്ധം ചെയ്യുന്നതിനും. വിച്ച് വെർ ഫോർട്ട് ടു ക്യാപ്ചർ കാറ്റിൽ, അങ്ങനെ അവരെന്ത് ചെയ്യും, ഇത് യുദ്ധം ചെയ്ത് അവിടുന്ന് ഉള്ള കാറ്റിലിനെ എല്ലാം അവർ ക്യാപ്ചർ ചെയ്യുകയും ചെയ്യും. അപ്പോൾ ദർ ആർ മെനി പ്രേയേഴ്സ് ഇൻ ഋഗ്വേദ, എസ്പെഷ്യലി ഫോർ cattle for farming, especially for cattle, children and horses. Cattle for farming, children especially for sons, then horses which were yoked to chariots that were used in battles, which were fought to capture cattle. എന്താണെന്ന് വെച്ചാൽ എസ്പെഷ്യലി ഫോർ cattle, children, horses. There are many prayers in Rig Veda, especially for cattle, children, horses. Then sacrifice. In Vedic period, commonly used in sacrifice. The word sacrifice is the meaning of yajnas. The word sacrifice എന്ന് പറഞ്ഞാൽ അത് യജ്ഞമാണ്. അത് യജ്ഞാസ്, പ്രീസ്റ്റ് പെർഫോംഡ് ബൈ യജ്ഞാസ് ഓർ സാക്രിഫൈസസ്, അത് ചെയ്യുന്നത് പുരോഹിതനാണ്, പ്രീസ്റ്റാണ്. സം വെൽത്ത് വാസ് യൂസ്ഡ് ഫോർ ദ പെർഫോമൻസ് ഓഫ് യജ്ഞാസ് ഓർ സാക്രിഫൈസസ് ഇൻ വിച്ച് ഓഫറിങ്സ് വെയർ മെയ്ഡ് ഇൻ ടു ദ ഫയർ. അപ്പോൾ ഇപ്പോൾ യുദ്ധം ചെയ്ത് കിട്ടുന്നതായിരുന്നാലും അതിൽ അവരൊരു ഭാഗം യജ്ഞത്തിന് വേണ്ടി വേദിക് കാലഘട്ടത്തിൽ ഉപയോഗിച്ചിരുന്നു. അപ്പോൾ ഉള്ള സമ്പത്തിൻ്റെ ഒരു ഭാഗം അവരെന്ത് ചെയ്തു, ഇൻ വേദിക് പീരീഡ് അതവർ കുറച്ചെന്ത് ചെയ്യുന്നു, അത് ഓഫറിങ് ചെയ്യുന്നു. ഓഫറിങ്സ് വെയർ മെയ്ഡ് ഇൻ ടു ദ ഫയർ, അവരത് അഗ്നിയിൽ അഗ്നിക്ക് കൊടുക്കുമായിരുന്നു, അഗ്നിയിൽ നിക്ഷേപിക്കുമായിരുന്നു. അതാണ് യജ്ഞാസ് എന്ന് പറയുന്നത്. But the word sacrifice is the meaning of yajnas. Priest performed by yajnas or sacrifices some wealth was used for the performance of yajnas. അപ്പോൾ കുറച്ച് അവർ ധനം എപ്പോഴും യജ്ഞത്തിന് വേണ്ടി ഉപയോഗിക്കുമായിരുന്നു. ഓർ സാക്രിഫൈസസ് ഇൻ വിച്ച് ഓഫറിങ്സ് വെയർ മെയ്ഡ് ഇൻ ടു ദ ഫയർ, അവരതെന്താണ് ഫയറിൽ അത് അവർ നിക്ഷേപിക്കുമായിരുന്നു. Once more, sacrifice. The word sacrifice is the meaning of yajnas. A priest performed big yajnas or sacrifices. അത് പുരോഹിതനാണ് നടത്തിയിരുന്നത്, പെർഫോം ചെയ്തിരുന്നത്. Some wealth was used for the performance of yajnas or sacrifices in which offerings were made into the fire. Okay, in Vedic period or Rigvedic period, people were two groups who were described in terms of their work. People were two groups who were described in terms of their work. അവരുടെ വർക്ക് അനുസരിച്ച് ജനങ്ങൾ രണ്ട് തരത്തിലായിരുന്നു. ദ പ്രീസ്റ്റ്, ദെൻ രാജ ഓർ ദ സ്ലേവ്സ്, കോമൺ പീപ്പിൾ. അപ്പം അങ്ങനെയായിരുന്നു. അപ്പോൾ ഇൻ വേദിക് പീരിയഡ് people were two groups who were described in terms of their work. The priest, the Raja. The life of a Raja was quite different from that of a Dasa or Dasi. Raja participated in religious rites, took part in wars, whereas Dasa were not allowed to do so. അപ്പോൾ എന്താണ്, the life of a Raja was quite different from ലൈഫ് ഓഫ് എ ദാസ, അല്ലേ? ഒരു രാജാവിൻ്റെയും ദാസൻ്റെയും ലൈഫ് തമ്മിൽ വളരെ വ്യത്യസ്തമാണ്. ദ ലൈഫ് ഓഫ് എ രാജ വാസ് ക്വൈറ്റ് ഡിഫറെൻറ്റ് ഫ്രം ദാറ്റ് ഓഫ് എ ദാസ.
or does it? രാജ പാർട്ടിസിപ്പേറ്റഡ് റിലീജിയസ് റൈറ്റ്സ്. മതപരമായ ചടങ്ങുകളിലും ഉള്ള കാര്യങ്ങളിൽ രാജാവ് പങ്കെടുത്തിരുന്നു. ടുക്ക് പാർട്ട് ഇൻ വാഴ്സ്. യുദ്ധത്തിൻ്റെ ഭാഗമായിരുന്നു. പക്ഷേ ഇതിൽ ദാസന്മാർ എങ്ങനെയായിരുന്നു? വേറസ് ഡസ് വെയർ നോട്ട് അലൗഡ് ടു, വേറസ് ഡസ് വാഴ്സ് വെയർ നോട്ട് അലൗഡ് ടു. അവരിതിലൊന്നും അവർക്കെന്താണ് ഇതിലൊന്നും റിലീജിയസ് റൈറ്റ്സിലോ മറ്റു കാര്യങ്ങളിലോ എന്നും അവർക്ക് അനുവദനീയമായിരുന്നില്ല. വേറസ് ദാസാസ് വെയർ നോട്ട് അലൗഡ് ടു ഡു സോ. ദാസന്മാർ ഇതിലൊന്നും ഈ കാര്യത്തിലൊന്നും ദാസന്മാരെ അനുവദിക്കില്ലായിരുന്നു. ദ ലൈഫ് ഓഫ് എ രാജ വാസ് ക്വൈറ്റ് ഡിഫറെൻറ്റ് ഫ്രം ദാറ്റ് ഓഫ് എ ദാസ. രാജ പാർട്ടിസിപ്പേറ്റഡ് റിലീജിയസ് റൈറ്റ്സ്, ടുക്ക് പാർട്ട് ഇൻ വാഴ്സ്. യുദ്ധത്തിലുമൊക്കെ അവർ ഭാഗമായിരുന്നു. വേറസ് ദാസാസ് വെർ നോട്ട് അലൗഡ് ടു ഡു സോ. ദാസന്മാർ ഇതിലൊന്നും അലൗഡ് ആയിരുന്നില്ല. ദാസാസ് വെർ നോട്ട് അലൗഡ് ടു ഡു സോ. രാജാസ് ഹാഡ് നോ പ്ലേസസ് ആൻഡ് കളക്റ്റഡ് നോ ടാക്സസ്. അപ്പോൾ വേദിക് കാലഘട്ടത്തിലെ രാജാവ് എന്ന് പറയുമ്പോൾ രാജാവിന് പ്ലേസ് ഇല്ല, അവർക്ക് രാജകൊട്ടാരമില്ല, അങ്ങനെയുള്ള ഒന്നും ഇല്ല അവർക്ക്. പ്രത്യേകിച്ച് അവരുടെ അടുത്ത പുത്രന്മാർക്ക് അടുത്ത രാജാവകാശമില്ല, അങ്ങനെയൊന്നുമില്ല. ആ ഒരു വിഭാഗം രാജാസ് എന്ന് വിളിക്കുന്നെങ്കിൽ ഹാഡ് നോ പ്ലേസസ്. അവർക്ക് പ്രത്യേക സ്ഥലമോ കൊട്ടാരമോ ഒന്നുമില്ല. ആൻഡ് കളക്ട് നോ ടാക്സ്. അവർക്ക് ടാക്സ് കളക്ട് ചെയ്യുകയുമില്ല. ഇത് വേദിക് കാലഘട്ടത്തിലാണ്. അപ്പോൾ രാജാസ് ഹാഡ് നോ പ്ലേസസ് ആൻഡ് കളക്റ്റഡ് നോ ടാക്സസ് ബട്ട് ദേ വെർ ഫ്രീ. അവരെപ്പോഴും ഫ്രീ ആണ്. ബട്ട് ദേ വെർ ഫ്രീ. വേറസ് ദസ് വെർ ട്രീറ്റഡ് as whereas ദാസാസ് വെയർ ട്രീറ്റഡ് as പ്രോപ്പർട്ടി ഓഫ് ദ ഓണേഴ്സ്. പക്ഷേ ദാസന്മാരാണെങ്കിലോ അവരെന്ത് ചെയ്യണം? ട്രീറ്റഡ് ആസ് പ്രോപ്പർട്ടി ഓഫ് ദ ഓണേഴ്സ്. ഓരോ ദാസന്മാർ അവരുടെ ഓണേഴ്സിൻ്റെ പ്രോപ്പർട്ടി എന്ത് ചെയ്യണം? ട്രീറ്റ് ചെയ്യണം, അവർ സംരക്ഷിക്കണം. അതാണ്. അപ്പോൾ രാജാസ് ഹാഡ് നോ പ്ലേസസ് ആൻഡ് കളക്റ്റഡ് ടു നോ ടാക്സസ്. അവർക്ക് പ്രത്യേക സ്ഥലമോ ഒന്നുമില്ല, കൊട്ടാരമോ അങ്ങനെ ഒന്നുമില്ല. പക്ഷേ അവർ അതുകൊണ്ട് തന്നെ ടാക്സ് കളക്ട് ചെയ്യാനുള്ള ഒരു ഇതും അവർക്കില്ല. ബട്ട് ദേ വെയർ ഫ്രീ. അവർ സ്വതന്ത്രരാണ്. ബട്ട് ദേ വെയർ ഫ്രീ. വേറസ് ദാസ ട്രീറ്റഡ് ടു. പക്ഷേ ദാസന്മാരാണെങ്കിൽ ട്രീറ്റഡ് ആസ് പ്രോപ്പർട്ടി ഓഫ് ദ ഓണേഴ്സ്. അവർക്ക് ദാസന്മാർക്ക് പക്ഷേ എന്താണ്? ഓണേഴ്സിൻ്റെ പ്രോപ്പർട്ടി ട്രീറ്റ് ചെയ്യണം. ടു വേർഡ്സ് വെയർ യൂസ്ഡ് ടു ഡിസ്ക്രൈബ് ദ പീപ്പിൾ ഓർ കമ്മ്യൂണിറ്റി ആസ് എ ഹോൾ. അപ്പോൾ ആ കാലഘട്ടത്തിൽ 2 വേർഡുകൾ ആ സമൂഹത്തിൽ നിരന്തരം എന്താണ് അവർ ഉപയോഗിച്ചിരുന്നു, ജനങ്ങൾ ഉപയോഗിച്ചിരുന്നു. വൺ വാസ് ദ വേർഡ് ജന, അതർ വാസ് വിഷ്. അപ്പോൾ അതിൽ ഒരു വേർഡ് ജന എന്നും അത് ഇന്നും ഹിന്ദിയിലൊക്കെ ഈ ജന എന്ന വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. അതർ വാസ് വിഷ്. മറ്റൊരു വേർഡ് വിഷ് എന്നുമാണ്. അപ്പോൾ ദ വേർഡ് വൈശ്യ കം ഫ്രം വിഷ്. അപ്പോൾ വൈശ്യ എന്ന ഒരു വേർഡിൽ നിന്നുമായിരിക്കും വിഷ് എന്ന വേർഡ് ഉണ്ടായെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. ദ വേർഡ് വൈശ്യ കം ഫ്രം വിഷ്. The 2 words were used to describe the people or community as a whole. 2 words were, 2 വാക്കുകൾ in Vedic period 2 words were used to describe the people or community as a whole. One was the word jana and other was wish. One was the word jana and other was wish. Then megaliths. Megaliths. എന്താണ് മെഗാലിത്ത്? മെഗാലിത്തിക് എന്ന് വെച്ചാൽ എന്താണ്? സം ബോൾഡേഴ്സ് ആർ നോൺ ആസ് മെഗാലിത്ത് എന്ന് വെച്ചാൽ അത് ഈ ബിഗ് സ്റ്റോൺ. മെഗ എന്ന് വെച്ചാൽ ബിഗ്, വലുത് എന്നുള്ളതാണ്. ഈ വലിയ കല്ലുകൾ ഉപയോഗിക്കുന്ന ഒരു കാലഘട്ടമാണ് അത്. ആ കാലഘട്ടത്തിൽ മെഗാലിത്തിക്. അത് വേദിക് കാലഘട്ടത്തിലായിരുന്നു. അപ്പോൾ എന്താണ്? ബിഗ് സ്റ്റോൺസ്, അതാണ് മെഗാലിത്ത് എന്ന് പറയുന്നത്. സം ബോൾഡേഴ്സ് ബിഗ് സ്റ്റോൺസ് ആർ നോൺ ആസ് മെഗാലിത്ത്സ്. These were carefully arranged by people and used to mark burial sites. ഇത് കൂടുതൽ അവർ ശവമടക്കുന്ന സ്ഥലത്ത്, ശവകുടീരങ്ങളിലാണ്, ബറിയൽ സൈറ്റ്സിലാണ് അവർ ഈ വലിയ കല്ലുകൾ ഉപയോഗിച്ചിരുന്നത്, ബിഗ് സ്റ്റോൺസ് ഉപയോഗിച്ചിരുന്നത്. അത് വളരെ വളരെ കെയർഫുള്ളി ആൻഡ് ബ്യൂട്ടിഫുള്ളി, വളരെ ശ്രദ്ധയോടെയും ഭംഗിയോടെയും അവരത് ഡിസിപ്ലിൻഡായിട്ട് അതെന്ത് ചെയ്യും? അവരത് അറേഞ്ച് ചെയ്യും ബറിയൽസിൽ. അത് ആ കാലഘട്ടത്തിലൊരു പ്രത്യേകതയായിരുന്നു.
These were carefully arranged by people and used to mark burial sites. അപ്പോൾ ഈ വലിയ സ്റ്റോണാണ് ബറിയൽ സൈറ്റ്സ് മാർക്ക് ചെയ്തിരുന്നത്, മനസ്സിലാക്കിയിരുന്നത്. പിന്നെ അത് കാലങ്ങൾ കഴിഞ്ഞ് ആർക്കിയോളജിസ്റ്റിന് ആ സൈറ്റുകൾ കണ്ടെത്തി ഓരോന്നും പഠിക്കുന്നതിനും അതെന്താണ് സൗകര്യമായി ഈ ബിഗ് സ്റ്റോൺസുകൾ. അപ്പോൾ ദീസ് വെയർ കെയർഫുള്ളി അറേഞ്ച്ഡ് ബൈ പീപ്പിൾ ആൻഡ് യൂസ്ഡ് ടു മാർക്ക് ബറിയൽ സൈറ്റ്സ്. ദ പ്രാക്ടീസ് ഓഫ് മെഗാലിത്സ് ബിഗെയിൻ അബൌട്ട് 3000 years ago. ഏകദേശം ഒരു 3000 വർഷങ്ങൾക്ക് മുമ്പാണ് ഈ ഒരു മെഗാലിത്തിക് കാലഘട്ടം എന്ന് പറയുന്നത്. ആൻഡ് വാസ് പ്രിവലൻറ്റ് ത്രൂ ഔട്ട് ഡെക്കാൻ, സൗത്ത് ഇന്ത്യ, ദ നോർത്ത് ഈസ്റ്റ് ആൻഡ് കാശ്മീർ. അപ്പോൾ എവിടെയൊക്കെയായിരുന്നു ഇത് കൂടുതൽ നിലവിലുണ്ടായിരുന്നത്? ദ സബ് കോണ്ടിനെൻറ്റ്, ഇൻ ഡെക്കാനിലും പിന്നെ സൗത്ത് ഇന്ത്യയിലും. സൗത്ത് ഇന്ത്യ എന്ന് പറയുമ്പോൾ തമിഴ്നാട്, കേരള, ആന്ധ്ര, കർണാടക, സൗത്ത് ഇന്ത്യ ആൻഡ് ദ നോർത്ത് ഈസ്റ്റ് ഭാഗങ്ങളിലും, വടക്ക് കിഴക്ക് ഭാഗങ്ങളിലും, നോർത്ത് ഈസ്റ്റ് ആൻഡ് നമ്മുടെ ഭാരതത്തിൻ്റെ വടക്ക് കിഴക്ക് ഭാഗങ്ങളിൽ ആൻഡ് കാശ്മീരിലും ഒക്കെ ഈ ഈ മെഗാലിത്തിക് രീതിയിലുള്ള ബറിയൽ പ്രിവലൻ്റ് ആയിരുന്നു. പ്രാക്ടീസ് ചെയ്തിരുന്നു. ദ പ്രാക്ടീസ് ഓഫ് മെഗാലിത്സ് began about 3000 years ago and was prevalent throughout Deccan, South India, the Northeast and Kashmir. അപ്പോൾ എന്താ മെഗാലിത്ത്? മെഗാലിത്ത് മീൻസ് എന്ന് വെച്ചാൽ ബിഗ് സ്റ്റോൺസ് അല്ലേ. സം ബോൾഡേഴ്സ് ആർ നോൺ ആസ് മെഗാലിത്സ്. ദീസ് വെയർ കെയർഫുള്ളി അറേഞ്ച്ഡ് ബൈ പീപ്പിൾ. ഈ വലിയ കല്ലുകളെ വളരെ ശ്രദ്ധയോടെ അറേഞ്ച് ചെയ്യും. ആൻഡ് യൂസ്ഡ് ടു മാർക്ക് ബറിയൽ സൈറ്റ്സ്. ഇതാണ് നമുക്കെന്താണ് ബറിയൽ സൈറ്റ്സ് മാർക്ക് ചെയ്യാൻ വേണ്ടി അവർ ഉപയോഗിക്കുന്നത്. യൂസ്ഡ് ടു മാർക്ക് ബറിയൽ സൈറ്റ്സ്. ദ പ്രാക്ടീസ് ഓഫ് മെഗാലിത്ത് ബിഗാൻ about 3000 years ago and was prevalent throughout Deccan, South India, the Northeast and Kashmir. അപ്പോൾ ഇത് സൗത്ത് ഇന്ത്യയിലും ഡെക്കാനിലും പിന്നെ വടക്ക് നോർത്ത് ഈസ്റ്റിലും കാശ്മീരിലുമൊക്കെ ഇത് ഈ ഒരു പ്രാക്ടീസ്, മെഗാലിത്തിക് പ്രാക്ടീസ് ചെയ്തിരുന്നു. വെച്ചാൽ അവരുടെ ബറിയൽസിൽ അവർ ബിഗ് സ്റ്റോൺസ് ഉപയോഗിച്ച് അതിനെ മാർക്ക് ചെയ്തിരുന്നു. അത് ഉപയോഗിച്ച് നമുക്ക് ബറിയൽസ് കണ്ടുപിടിക്കാൻ കഴിയുമായിരുന്നു. Once more, in Vedic period there are many prayers, especially for cattle, then children and horses. Then sacrifice. The word sacrifice is the meaning of yajnas. Priest performed by big yajnas or sacrifices. Some galtuvas used for the performance of yajnas or sacrifices in which offerings were made into the fire. Then in Vedic period people were two groups who were described in terms of their work. Then the priest and the rajas. The life of a raja was quite different from that of a dasa or dasi. The feminine word dasi. Raja participated religious rites, took part in wars, whereas dasas were not allowed to do so. Rajas had no places and collected no taxes, but they were free, whereas dasas were treated as a property of the owners. Then two words were used to describe the people or community as a whole in Vedic period. One was the word jana and the other was vish. The word vaishya come from vish. Vaishya എന്ന വേർഡിൽ നിന്നാണ് വിഷ് എന്ന വേർഡ് ഉണ്ടായത്. Then megalith. Some boulders are known as megaliths or big stones, megastone. These were carefully arranged by people and used to mark burial sites. The practice of megaliths began about 3000 years ago and was prevalent throughout Deccan, South India, the Northeast and Kashmir.
ദെൻ ടേക്ക് യുവർ ടെസ്റ്റ്. നമുക്ക് കുറച്ച് ലാസ്റ്റ് ടെക്സ്റ്റ് വർക്ക് ഒന്ന് നോക്കാം. ടച്ച് ദ ഫോളോയിങ്. അത് കൊടുത്തിട്ടുള്ളത് സൂക്താസ്. അത് സൂക്താസ് എന്ന് പറയുന്നത് വെൽ സെറ്റ് ആണ്. ചാരിയേഴ്സ് യൂസ്ഡ് ഇൻ ബാറ്റിൽസ്, അതാണ് ചാരിയേഴ്സ്. യജ്ഞ എന്ന് പറയുമ്പോൾ സാക്രിഫൈസ്. ദെൻ ദാസ ഇറ്റ് മീൻ സ്ലേവ്. ഓക്കെ. മെഗാലിത്ത് എന്ന് പറയുന്നത് സ്റ്റോൺ ബോൾഡർ, ബിഗ് സ്റ്റോൺസ്. ദെൻ കംപ്ലീറ്റ് ദ സെൻറ്റൻസസ്. നെക്സ്റ്റ് കംപ്ലീറ്റ് ദ സെൻറ്റൻസസ്. ഓക്കെ. സ്ലാബ്സ് വെയർ യൂസ്ഡ് ഫോർ, എന്താണ് എങ്ങനെയാണ് കംപ്ലീറ്റ് ചെയ്യേണ്ട സെൻറ്റൻസ്? ഡൂയിങ് ഡിഫറെൻറ്റ് വർക്ക്സ് ആസ് പെർ ഡിസയർ ഓഫ് ഹിസ് ഓർ ഹർ ഓണേഴ്സ്, അല്ലെങ്കിൽ ഓർ മാസ്റ്റർ അല്ലേ. സ്ലേവ്സ് അങ്ങനെയാണ്, അവർ വർക്ക് ചെയ്തിരുന്നത് അവരുടെ മാസ്റ്റർക്ക് വേണ്ടിയാണല്ലേ, മാസ്റ്ററുടെ ഡിസയർ അനുസരിച്ചാണ്, പിന്നെ അല്ലെങ്കിൽ അവരുടെ ഓണറുടെ ഡിസയർ അനുസരിച്ചാണ് സ്ലേവ്സ് വർക്ക് ചെയ്തിരുന്നത്. വൺസ് മോർ, സ്ലാബ്സ് വെയർ യൂസ്ഡ് ഫോർ ഡാഷ് ഡൂയിങ് ഡിഫറെൻറ്റ് വർക്ക്സ് ആസ് പെർ ഡിസയർ ഓഫ് ഹിസ് ഓർ ഹർ ഓണർ. വൺസ് മോർ, എന്താണ്? സ്ലേവ്സ് വെയർ യൂസ്ഡ് ഫോർ doing different works as per desire of his or her master, then or owner. Then second, megaliths are found in dash throughout the Deccan, South India, the Northeast and Kashmir. Megalithic കാണപ്പെടുന്നത് once more throughout the Deccan, South India, the North, East and Kashmir. Okay. Third, stone circles or boulders on the surface were used to, stone circles ഇത് യൂസ്ഡ് ടു എന്തിനാണ്? നമ്മളിപ്പം പഠിച്ചത് എന്താണ്? മാർക്ക് ബറിയൽ സൈറ്റ്സ്. ശവകുടീരത്തിൽ അത് ബറിയൽ സൈറ്റ്സ് മാർക്ക് ചെയ്യുന്നതിന് വേണ്ടിയാണ് ബിഗ് സ്റ്റോൺസ് അവർ ഉപയോഗിച്ചിരുന്നത്. ദെൻ പാർട്ട് ഹോൾസ് വെയർ യൂസ്ഡ് ഫോർ എൻട്രൻസ്. അതിലൊരു പാർട്ട് ഹോൾസ് കൊടുത്തിരുന്നു ബറിയൽ സൈറ്റ്സിൽ, അപ്പോൾ അതവരുടെ എൻട്രൻസ് ആണ്. ദെൻ പീപ്പിൾ അറ്റ് ഇനാമഗൺ 8. ഇനാമഗൺ എന്ന് പറയുന്ന ഒരു ചെറിയ ഒരു ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന ഒരു സിറ്റിയാണ് ഇനാമഗൺ. അവിടുത്തെ ജനങ്ങൾ കഴിച്ചിരുന്നത് എന്തൊക്കെയായിരുന്നു? വീറ്റ്, ബാർലി, റൈസ്, പൾസസ്, മില്ലറ്റ്സ്, പീസ്, മീറ്റ് ഓഫ് ഡിഫറെൻറ്റ് ആനിമൽസ്, ഫിഷ്, മീറ്റ് ഓഫ് ബേർഡ്സ് ആൻഡ് ഫ്രൂട്ട്സ്. ഇങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും അവിടുത്തെ എന്താണ് ഇനാമഗണിലെ പീപ്പിൾസ് ഏറ്റ് ചെയ്തിരുന്നു, കഴിച്ചിരുന്നു. ഓക്കെ. ടെക്സ്റ്റ് നല്ലപോലെ വായിക്കുക. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ടീച്ചറെ വിളിക്കുക. നമസ്തേ.